വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാവേ. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 1 കിലോ ബീഫ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊരു 3-4 പ്രാവശ്യം വാഷ് ചെയ്ത് എടുത്തു വെക്കണേ. പിന്നെ ഇത് അരിയുമ്പോഴുണ്ടല്ലോ നല്ല വീതി കുറഞ്ഞത് ഇതുപോലെ അരിഞ്ഞെടുക്കണേ. എന്നാലേ നമുക്ക് ആ ഫ്രൈ ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള ആ ഒരു നന്നായിട്ട് മുരിഞ്ഞൊക്കെ കിട്ടത്തുള്ളേ. അപ്പൊ ഈ അരിയുന്നതിനും ഉണ്ട് കാര്യം. നല്ല ഭംഗിയായിട്ട് വീതി കുറഞ്ഞ്, വീതിയിൽ കനം കുറഞ്ഞ് വീതി കുറഞ്ഞല്ല, വീതിയിൽ കനം കുറച്ച് ഇതുപോലെ അരിഞ്ഞെടുക്കണേ. പിന്നെ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ: 1 ടേബിൾ സ്പൂൺ കുരുമുളകാണ്, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം. പിന്നെ നമുക്ക് വേണ്ടുന്നത് കുറച്ച് തേങ്ങാക്കൊത്ത്. ഒരു ചെറിയൊരു മുറിയുടെ തേങ്ങാക്കൊത്താകാം കേട്ടോ 1 കിലോയ്ക്ക്. തേങ്ങാക്കൊത്ത് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത് കിടന്ന് അതിൻ്റെ ആ ബീഫിന്റെ ടേസ്റ്റ് കഴിഞ്ഞാൽ അതോട്ട് ഇറങ്ങിയിട്ട് ഇത് ഫ്രൈ ചെയ്ത് വരുമ്പോഴേ നല്ല ടേസ്റ്റാണേ. അപ്പോൾ തേങ്ങാക്കൊത്ത് നിങ്ങളുടെ ആവശ്യത്തിന് ഇടുക. പിന്നെ ഒരു നല്ലൊരു പീസ് ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് ഇടുക. ഒരു 10-12 വറ്റൽ മുളക്. പിന്നെ ഒരു കറുവപ്പട്ട. അത് വലിയൊരു കറുവപ്പട്ട ഞാൻ 2ആയിട്ട് മുറിച്ചിട്ടേക്കുന്നതാണ്. വേറെ ഉള്ളിയോ ഒന്നും ഞാൻ ഇതിനകത്ത് ചേർക്കത്തില്ല. ബീഫുണ്ടല്ലോ കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ബീഫിനകത്തൊരു ആവശ്യത്തിന് ഉപ്പ് മാത്രം, വെള്ളം ഒന്നും ഒഴിക്കണ്ട, വെറുതെ ഉപ്പ് ശകലം ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് അത് വെന്ത് കിട്ടണം. അതാണ് കണക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ കുക്കറിലും ഓരോ വേവായിരിക്കും. ഞാനിപ്പോൾ 3 വിസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുക്കറിനകത്ത് അതിൽ കൂടുതൽ വേണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ? ആദ്യത്തെ വിസിൽ വന്നു കഴിയുമ്പം സിമ്മിലേക്ക് ഒരു 10 മിനിറ്റ് അങ്ങ് വെച്ചേക്കും. അത് കഴിഞ്ഞ് തുറന്ന് നോക്കും. വെന്തില്ലെങ്കിൽ ഒരു വിസിലും കൂടെ അടിക്കും, അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് വേവായിരിക്കും. ഇത് നമുക്ക് ഉപ്പിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ കുക്കറിനകത്ത് ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. എന്നാലേ നമ്മൾ ആ ടിപ്സൊക്കെ പറയുകയാണെങ്കിലേ അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഈ കറുവപ്പട്ട എടുത്ത് വെച്ചേക്കുന്നില്ലേ, അതൊന്ന് 2ആയിട്ടൊന്ന് പൊട്ടിച്ചിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഓരോരുത്തരുടെയും കുക്കറിൽ ഓരോ വേവായിരിക്കുമേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വിസിൽ വന്നതിന് ശേഷം സിമ്മിലേക്ക് മാറ്റും. എന്നിട്ട് ഒരു 10 മിനിറ്റും കൂടെ ഞാൻ ആ സിമ്മിൽ വെച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അന്നേരത്തേന് എൻ്റെ കുക്കറിൽ ഇത് കറക്റ്റ് ആവുകയെ. പിന്നെ ഇറച്ചിയുടെയൊക്കെ ഒരു വ്യത്യാസം കാണും കേട്ടോ. മൂത്ത ഇറച്ചിയാണെങ്കിൽ കുറച്ചുകൂടെ വേണം. അത് നമ്മൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് വെന്തില്ലെങ്കിൽ 1 വിസിലും കൂടോ അല്ലെ 2 വിസിലും കൂടോ അത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഈ പെരിഞ്ജീരകവും കുരുമുളകും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവേ. വലിയ പൗഡർ പോലെ ഒന്നും പൊടിക്കണ്ട, ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതിയേ. ഇതാ കണ്ടോ, ഇതുപോലെ ഒന്ന് ക്രഷായി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ആ വറ്റൽമുളക് ചേർത്ത് കൊടുക്കണേ. വറ്റൽമുളക് എന്ന് പറഞ്ഞാൽ പിരിയമുളകല്ല, ആ എരിവുള്ള മുളകാണേ. അതും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിങ്ങെടുത്താൽ മതിയേ. ഇതാ കണ്ടോ, ഇതുപോലെ ആകാവുള്ളേ. നമ്മൾ ചതച്ചൊക്കെ എടുക്കത്തില്ലേ മെഴുക്കുവരട്ടിയൊക്കെ, അതുപോലെ ആകാവുള്ളൂ. പൊടി വല്ലാതെ അങ്ങ് പൗഡർ ആകരുത് കേട്ടോ. ചതച്ചെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ബീഫ് ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കനം കുറച്ചൊക്കെ അരിഞ്ഞ കാരണം പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ഒട്ടും വെള്ളം ഒഴിക്കാതെ നമ്മൾ ഈ ബീഫ് വേവിക്കാൻ വെച്ചത്. പക്ഷെ ഇപ്പൊ കണ്ടോ, ആ ഇറച്ചിക്കകത്തുനിന്ന് കുറേ വെള്ളം പുറത്തേക്ക് വരും അത് വേവിക്കുമ്പോഴേ. ഇനിയിപ്പോൾ വെള്ളം വറ്റിച്ചെടുക്കണം. അതിനു മുമ്പ് ഞാൻ ഈ തേങ്ങാക്കൊത്തും ഇഞ്ചിയും അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ചിലരിത് എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്ത് തേങ്ങാക്കൊത്തിടും. ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ അങ്ങ് വേവിക്കും, ഇഞ്ചിയും തേങ്ങാക്കൊത്തും ബീഫും. അപ്പൊ ആ ഒരു ബീഫിന്റെ ആ വെള്ളത്തിൽ അത് കിടന്ന് ആ തേങ്ങാക്കൊത്തിനും കൂടെ ആ ഒരു ബീഫിന്റെ നല്ലൊരു ടേസ്റ്റ് വരും. അതിനായിട്ടാണ് ഈ വെള്ളത്തിലോട്ട് ഞാൻ ഇട്ടങ്ങ് വേവിക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഈ ചതച്ച് വെച്ചേക്കുന്ന ഈ പൊടികളുണ്ടല്ലോ, കുരുമുളക്, പെരിഞ്ജീരകം, വറ്റൽമുളക്, അതും കൂടെ ഇതിനകത്തോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണേ. നമ്മൾ ഇതിനകത്ത് ഇതുവരെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല. അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മതി കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് വിനീഗർ 1 ടേബിൾ സ്പൂൺ മതി കേട്ടോ. അത് നമ്മൾ തക്കാളിയോ അങ്ങനെയുള്ള സാധനമൊന്നും ചേർക്കത്തില്ലല്ലോ, അതുകൊണ്ടാണ് കുറച്ച് വിനീഗർ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഗ്യാസ് കത്തിച്ച് കൊടുക്കണേ. എന്നിട്ട് ഈ വെള്ളം നന്നായിട്ട് വറ്റണം നമുക്ക്. അന്നേരത്തേന് ഈ തേങ്ങാക്കൊത്തും ആ ഇഞ്ചിയുടെ ഫ്ലേവറും കുരുമുളകും ആ ഇറച്ചിക്ക് അത് നന്നായിട്ട് പിടിക്കും, ഈ വെള്ളം ഉള്ള കാരണം കേട്ടോ. വിസിലൊന്നും ഇടണ്ട, ചുമ്മാ ഇങ്ങനെ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് അങ്ങ് വേവിച്ചാൽ മതി. എന്നിട്ട് ആ വെള്ളം വറ്റി കഴിയുമ്പോൾ നമ്മൾ ഫ്രൈ ആക്കുവേ. ആ വെള്ളം ഒന്ന് വറ്റിട്ട് എന്നിട്ട് ബാക്കി കാണിക്കും.
നമ്മുടെ ബീഫിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ എങ്ങനെയാ ചെയ്തതെന്നറിയോ, ഒരു വിസിൽ വന്നിട്ട് ഒരു 10 മിനിറ്റ് സിമ്മിൽ അങ്ങ് വെച്ച് കൊടുത്തു. അപ്പോഴത്തേന് ഇത് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് എനിക്ക്. പക്ഷെ നിങ്ങളുടെ കുക്കറിൽ അങ്ങനെ തന്നെ ആകണമെന്നില്ല കേട്ടോ. ഇറച്ചിയുടെ വേവിന് വ്യത്യാസം ഉണ്ടാകും, കുക്കറിനകത്തിട്ട് വേവിക്കുമ്പോൾ അതിനൊക്കെ വ്യത്യാസം ഉണ്ടാകും കേട്ടോ. എല്ലാ വെള്ളം എല്ലാം പറ്റി നല്ല സെറ്റായി കണ്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്താൽ മതി. ഒരു പാൻ ഇതുപോലെ എടുത്ത് വെച്ച് കൊടുക്കുക. ഇനിയാണ് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം മൊത്തം പോയെന്ന് നോക്കണം, അല്ലെങ്കിൽ എണ്ണ ഒഴിക്കുമ്പോൾ പൊട്ടിത്തെറിക്കും. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതി കേട്ടോ, ഒരുപാട് അങ്ങ് ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ അധികം കറിവേപ്പില ഇല്ല, അതുകൊണ്ട് കുറച്ചിടുന്നത്. എൻ്റെ തണ്ടും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഈ കറിവേപ്പില ഇടുമ്പോൾ ഒരു പ്രത്യേക മണം അല്ലേ, നല്ല സുഖമുള്ള ഒരു മണം. ഇനി നമുക്ക് ഈ ബീഫ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് കറക്റ്റായിട്ട് ഈ പാനിൽ നിരന്ന് കിടക്കണേ, എന്നാലേ അത് ഒരുപോലെ മുരിഞ്ഞു വരത്തുള്ളൂ. ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. ഇനി ഒരു 1-2 മിനിറ്റ് ഇതുപോലെ ആ ഒരു സൈഡ് നന്നായിട്ടൊന്നും ആ എണ്ണയൊക്കെ ഒന്ന് ഫ്രൈ ആയി വരണേ. എന്നിട്ട് നമുക്ക് ഇടയ്ക്ക് ഇളക്കി ഇട്ടിട്ട് അതുപോലെ നിരത്തി കൊടുക്കണം. അങ്ങനെ കിടക്കുമ്പോൾ ഒരു നല്ലൊരു ബ്ലാക്ക് കളർ ആകണം, അന്നേരമാണ് കറക്റ്റായിട്ട് ആ ഒരു ബീഫ് ഫ്രൈ ആകുന്നത്. ഈ ബീഫ് ഫ്രൈ ഉണ്ടല്ലോ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നത്. ഇതിനകത്ത് അധികം ചേരുവകളില്ല. മല്ലിപ്പൊടിയോ അല്ലെങ്കിൽ ഉള്ളിയോ ഒന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കത്തില്ല കേട്ടോ. മല്ലിപ്പൊടി ചേർത്തിട്ടുള്ള ബീഫ് ഫ്രൈ വേറെയുണ്ട്, അത് ഞാൻ വേറെ ഒരു ദിവസം കാണിച്ചു തരാവേ. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന, എന്നാൽ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അതധികം നമ്മൾ ഒരുപാട് ഗരം മസാല വേറെ ഒന്നും അഡീഷണൽ നമ്മൾ ചേർക്കുന്നില്ല. പെരുംജീരകവും കറുവപ്പട്ടയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇടയ്ക്ക് ഇതുപോലൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ, എന്നാലേ ആ ഒരു 2 സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടത്തുള്ളൂ. അയൺ കടായിലിട്ട് ചെയ്യുന്നതാണ് നല്ലത്, അന്നേരം നല്ലപോലെ ഫ്രൈ ആയി കിട്ടും. പക്ഷെ അടിയിൽ അത് പിടിക്കുമോ എന്ന് എനിക്കൊരു ടെൻഷനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാഞ്ഞത് കേട്ടോ. ഇതിനകത്താകുമ്പോൾ നമുക്ക് അടിയിൽ പിടിക്കുമെന്ന് തോന്നത്തില്ലല്ലോ. അയൺ കടായിലാണെങ്കിൽ നല്ല ബ്ലാക്ക് കളർ കിട്ടും നല്ല പോലെ. ഇതിൽ കുറേ നേരം ഇട്ടിരുന്നാൽ മതി, ആ കളർ വന്നോളൂ. എൻ്റെ ഈ ബീഫ് ഫ്രൈ ഇഷ്ടമുള്ള കുറേ പേരുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാന്ന് പറയും. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോനുണ്ട് അലൻ, അവന് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ബീഫ് ഫ്രൈ. ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണേ, അല്ലെ ഒരു സൈഡ് മാത്രം ഇങ്ങനെ മുരിഞ്ഞു വരും. അപ്പം ഈ സമയത്ത് നമ്മുടെ ഈ തേങ്ങാക്കൊത്തിനകത്തൊക്കെ ഉണ്ടല്ലോ നല്ലപോലെ ഈ ബീഫിൻ്റെ ടേസ്റ്റ് അങ്ങ് കയറിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ അതിനകത്തിട്ട് കുറച്ച് നേരം വേവിച്ചില്ലേ, അപ്പം ഈ ആ തേങ്ങാക്കൊത്തിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ആ ബീഫിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ അതിനകത്ത് കയറി. പിന്നെ നമ്മൾ ഈ എണ്ണയ്ക്കകത്തിട്ട് ഇങ്ങനെ, ഇതിനകത്ത് നമ്മൾ വെളിച്ചെണ്ണയെ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ, അതാണ് ടേസ്റ്റ്. പിന്നെ ആ വെളിച്ചെണ്ണയ്ക്കകത്തും കൂടെ കിടന്ന് ഇങ്ങനെ അങ്ങ് മുരിയുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ നല്ല മോര് കാച്ചിയതോ രസം പുളിശ്ശേരി അല്ലെങ്കിൽ നല്ല പരിപ്പ് കറിയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ കൂടെ നന്നായിട്ട് പോകും ഇത്. തോരനൊക്കെ ആണെങ്കിൽ ക്യാബേജ് തോരനായിരിക്കും ഏറ്റവും നന്നായിട്ട് ചേരുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഈ ബീഫിൻ്റെ കൂടെ. ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇടണേ, കുറച്ച് നേരം ഇട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കണം. ഇത് സമയം എടുക്കും. അതിന് നമ്മൾ ഇച്ചിരി സിമ്മിലങ്ങ് ഇട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് പതുക്കെ വന്നങ്ങ് ഇളക്കി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഞാൻ പതുക്കെ സിമ്മിലേക്ക് അങ്ങ് മാറ്റാൻ പോയി. ഇതുവരെ ഞാനൊരു മീഡിയം ഫ്ലെയിം ആയിരുന്നേ, സിമ്മിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ പിന്നെ പതുക്കെ അവിടെ കിടന്ന് മൂത്ത് അത് ശരിയായി വരട്ടെ. നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഞാനിങ്ങനെ ഇട്ട് ഈ എണ്ണയ്ക്കകത്തിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തതേ ഉള്ളൂ കേട്ടോ. കുറച്ചുകൂടെ ഡാർക്ക് കളർ ആക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് ഒരു 2-3 മിനിറ്റും കൂടി ഇട്ടിരുന്നാൽ മതിയേ. ഞാൻ ഈ സമയം കൊണ്ട് ഞാനത് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുവാണ്. ചിലർക്കുണ്ട് ഭയങ്കര ഡാർക്ക് കളർ വേണം, അങ്ങനെയുള്ള ഒരു 2-3 മിനിറ്റും കൂടെ ചെയ്താൽ മതി. നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന, അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. അധികം ചേരുവയൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ബീഫ് ഫ്രൈ. എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ഇത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്